ഹലോ ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ആ തമ്പ് തന്നെയായിരിക്കും അല്ലേ. അത് കണ്ടപോലെ തന്നെ പ്രധാനമായിട്ട് ഈ പറയുന്ന 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് തന്നെയാണ് ഈ പറയുന്ന KSEBിലേക്കുള്ള പുതിയ വിജ്ഞാപനത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ITIയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ്ങോ ഇലക്ട്രിക് വിഭാഗത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ പറയുന്ന ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എന്നീ പറയുന്ന വിഭാഗങ്ങളിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുക പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക ഇപ്പോൾ ലൈൻമാൻ തസ്തികയിലേക്ക് പുതിയ KSEBിയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അയച്ചിട്ടില്ലാത്തവരോട് അയക്കാൻ വേണ്ടി എന്ത് അവരുടെ ആദ്യമേ പറയുക. ഓക്കെ, ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുത്തിട്ട് പറയുക. നിങ്ങൾ അയച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്ത് അയക്കാൻ വേണ്ടി പറയുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇത് കേരള PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. വളരെയധികം കുറച്ച് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അല്ല അവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് 31/12/2022 വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ഡേറ്റ് അവസാനിക്കാനിരിക്കുകയാണ്. കാരണം 4/2/2026 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 776/2025 എന്നുള്ളതാണ് അല്ലേ. 776/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. എന്താണത്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് എന്ന് പറയുന്നത് ലൈൻമാൻ ആണ് അല്ലേ. ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ളത്. ഇനി സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 26,500 മുതൽ 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അതേപോലെ തന്നെ വേക്കൻസികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഇത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. ഓക്കെ, എന്താണ്? ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് വിളിച്ചിട്ടുള്ളത്. ആലോചിക്കുക, ഏകദേശം 5ഓളം വരുന്ന ഡിസ്ട്രിക്റ്റുകളെക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നിയമനം വന്നിട്ടുള്ളത്. അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇല്ല, 5ഓളം വരുന്ന ജില്ലകളിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിട്ടുള്ളത്. ഒന്ന് കോട്ടയമാണ്, മറ്റൊന്ന് ഇടുക്കിയാണ്, മറ്റൊന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 5 ജില്ലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നിയമനങ്ങൾ എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. വേക്കൻസിയെ കുറിച്ചൊന്നും അതിനകത്ത് പറയുന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പോയിൻമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. ഏജ് 19 മുതൽ 36 വയസ്സ് ഇടയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവേ എല്ലാവർക്കും ഈ പറഞ്ഞ PSC എക്സാമിനേഷൻസ് ലഭിക്കുന്നത് പോലുള്ള ഏജ് റിലാക്സേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. 2/1/1989 1/1/2006 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ എന്നുള്ളതാണ് അല്ലേ. അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണിലൂടെ തന്നെ ഈ പറയുന്ന PSCക്ക് ഈ പറയുന്ന PSCയുടെ ഓരോ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഏജ് ലിമിറ്റൂടെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയൊക്കെ നിങ്ങൾ ക്വാളിഫൈ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയ ശേഷം മാത്രം അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. 10ാം ക്ലാസ് ആണ് എൻ്റെ യോഗ്യത അല്ലെങ്കിൽ SSLC ആണ് യോഗ്യത. അത് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യുക അത് പ്രധാനമായിട്ടും കാണണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നൽകിയിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഹാവിംഗ് അണ്ടർഗോൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി നോട്ട് ലെസ് ദാൻ 1 year ഫ്രം an institution recognized by government, ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് അണ്ടർ നോട്ട് 1 below എന്നുള്ളതാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗൈഡ്സ് എക്സാമിനേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് AC ഓഫ് ഇന്റർമീഡിയറ്റ് ഗ്രേഡ് അല്ലെങ്കിൽ MGT KGT സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ ഓർ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്റർ. ഓക്കെ, ഇവിടെ നിന്നുള്ള ഈ പറയുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശദാംശം, അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് വിശദാംശം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ താഴെ തന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മറ്റേത് വായിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നൽകിയിട്ടുള്ളത്. ഇത് PSCയുടെ സൈറ്റിൽ അവർ നൽകിയിട്ടുള്ളതാണ്. ഇതിനകത്ത് നോക്കിയേ, സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഏതെല്ലാമാണെന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് അതിനകത്ത് ഇക്വലൻ്റ് ആയിട്ട് അവർ എടുക്കുന്നത്, ഒന്ന് ITI ITC വയർമാന്,
അത് ITL ITSC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, NASC ഇലക്ട്രീഷ്യന്, KGCE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, KGC ഇലക്ട്രിക്കൽ, NTSC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, NTSC വയർമാൻ, NTSC എന്താണ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യന്, NTSC ഇലക്ട്രിക്കൽ, SCVT ഇലക്ട്രീഷ്യന്, NECT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പോളിടെക്നിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ ഡിപ്ലോമ പോളിടെക്നിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, NCVT സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ പഠിച്ചവർക്ക്, BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, അതേപോലെ ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് BE പഠിച്ചവർക്ക്, അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, അതുപോലെ MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക്, AMI സെക്ഷൻ A ആൻഡ് B ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, ഇത്രയും ആളുകൾക്കാണ് ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നത് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു 4/2/2026 അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 4/2/2026 അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചില ആളുകൾ ഈ പറയുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ പോസ്റ്റുകളെ വിളിച്ചാൽ മാത്രം എക്സാമിനേഷൻ എഴുതുന്ന രീതിയിലുള്ള കുറേ ഉദ്യോഗാർത്ഥികളെ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഒന്നും കൂടിയാണിത്. ഓക്കെ, ഈ പറയുന്ന ITI പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് എഴുതുന്ന കുറച്ച് എക്സാമിനേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്തെങ്കിലും അപേക്ഷിക്കാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഇതിന് അപേക്ഷ ഈ പറയുന്ന 4/2 മുമ്പായിട്ട് തന്നെ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ പാടൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ PSCയുടെ സൈറ്റിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അല്ലേ. ഇപ്പോൾ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന OTP ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പറയും പെട്ടെന്ന് അല്ലെ വലിയ നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ PSCയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. അതായത് ഈ പറഞ്ഞ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർ അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കമ്പനി ബോർഡ് പോലുള്ള എക്സാമിനേഷൻ ഒക്കെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ പ്രയാണം എന്ന് പറയുന്ന പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രയാണം എന്നുള്ള പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വെക്കോ, LDSC, കമ്പനി ബോർഡ് LGS പോലെ എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രയാണം എന്ന് പറയുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതിൽ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും ഈ പറഞ്ഞ താഴെ കാണുന്ന നമ്മൾ വിളിച്ചെങ്കിൽ എന്ത് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ തന്നെ സംശയങ്ങളെല്ലാം നമ്മൾ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ PSC എക്സാമിനേഷൻ വേണ്ടി പഠിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും PSC പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളെല്ലാം പഠിക്കും, മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്ത് നോക്കും. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എന്താണത് OMR അല്ലേ. നമ്മൾ OMR അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്നത് ഇതിനെക്കുറിച്ച് സമയം എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ OMR കറപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ പറഞ്ഞ OMRലെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കറപ്പിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് സമയം കളയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറപ്പിച്ച് ഈ വട്ടത്തിന് വെളിക്കൊക്കെ പോവാതെ കറപ്പിച്ച് പോകുന്ന പറഞ്ഞ് ശ്രമകരമായിട്ടൊരു കാര്യം തന്നെയാണ് അല്ലേ. ഈ പറയുന്ന കമ്പ്യൂട്ടർ എക്സാമിനേഷൻ പോലെ ക്ലിക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന PSCക്ക് പ്രധാനമായിട്ട് പഠിക്കുന്നവർ ചെയ്യേണ്ട ഒന്നും കൂടിയാണ് ഈ പറയുന്ന OMR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ AZB അക്കാഡമിയിൽ ഈ പറയുന്ന OMR ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഏത് പഠിച്ച് ഈ പറയുന്ന രീതിയിൽ ചെയ്തു പോകാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ ഒരു ബുക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾക്കത് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. ഈ ബുക്ക് വേണ്ടവർ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ തന്നെ ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസും എത്ര വിലയാണെന്നുള്ളത് വളരെ ചുരുങ്ങിയൊരു വിലയാണെന്ന് നൽകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, പക്ഷേ ഈ 10-200-ലധികം വരുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ചെയ്ത് മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്ത് അങ്ങോട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ചോദ്യങ്ങൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, OMR ആണ് നൽകിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പിൽ തന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ വളരെ വില കുറച്ചാണ് ഈ പറഞ്ഞ രീതി OMR ലഭ്യമാകുന്നതാണ്. അല്ലെങ്കിൽ തന്നെ വളരെ വില കുറച്ചാണ് ഈ പറഞ്ഞ OMR നമ്മൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാതെ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യാവുന്ന പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ITയോ ഡിപ്ലോമയോ മറ്റൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, അവർ ഈ പറയുന്ന തസ്തികയിലേക്ക് വേണ്ടി പഠിക്കുന്നവരൊക്കെ അവർ എന്ത് ചെയ്യുക, എക്സാം എഴുതി രക്ഷപ്പെട്ട് പോട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു, വീണ്ടും കാണാം, ബൈ.